ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ രാവിലത്തെ കാപ്പിക്ക് ഉപ്പുമാവാണ്. നല്ല സൂചി ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഉപ്പുമാവാണ്. ഇത് നല്ല കുതിർത്തി എടുത്താണ് നമ്മളിത് തയ്യാറാക്കുന്നത്. തലേ ദിവസം രാത്രിയിൽ ഞാനൊരു പാത്രത്തിലേക്ക് 2.5 കപ്പ് സൂചി ഗോതമ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കണം. ഒരു 2-3 വെള്ളത്തിലെങ്കിലും കഴുകി എടുക്കണം. നല്ല അഴുക്കൊക്കെ ഉണ്ട്. അപ്പോഴെന്തെങ്കിലും പൊടിയോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ 2-3 വെള്ളത്തിൽ കഴുകുമ്പോൾ അതങ്ങ് പോവും. ഇപ്പം ഞാൻ ഇത് 2-3 വെള്ളത്തിൽ കഴുകി എടുത്തതാണ്. 3 വെള്ളത്തിൽ ഞാൻ കഴുകിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം മാത്രം പോരാ, കൂടുതൽ വെള്ളം വേണം. നല്ല രീതിയിൽ കുതിർന്ന് കിട്ടണം. എന്നിട്ട് ഇതിനെ അടച്ച് വെച്ചിരുന്നാൽ മതി. നേരം വെളുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ കുതിർന്ന് കിട്ടും. ഇതിപ്പോൾ രാവിലെ ഞാൻ ഇതെടുത്ത് നോക്കിയപ്പം നല്ലതുപോലെ കുതിർന്നിട്ടുണ്ടായിരുന്നു. ആ ഒഴിച്ചു വെച്ചിരുന്ന വെള്ളത്തെ ഞാൻ കളഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം വീണ്ടും ഒഴിച്ചു വെച്ചതാണിത്. അതിൽ നിന്ന് നമ്മൾ ഇതിനെ പിഴിഞ്ഞെടുക്കുകയാണ്. ഇതിപ്പോൾ ഇന്നലെ രാത്രിയിലേ ഇട്ട് വെച്ചതായതുകൊണ്ട് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇല്ല, നമ്മൾ ഇടാൻ മറന്നു പോയി കഴിഞ്ഞാൽ രാവിലെ എടുത്തിട്ടാലും മതി. പക്ഷേ 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇത്രയും നല്ലതായിട്ട് സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. എങ്കിലും നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാം. അന്നേരം ഒരുപാട് നേരം ഇട്ട് ഇളക്കി നമ്മളത് വേവിച്ചെടുക്കാൻ താമസം എടുക്കും. അതേസമയം ഇതേ തലേ ദിവസമേ നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്ക്, വൈകിട്ടത്തേക്കാണെങ്കിൽ രാവിലെ ഇട്ട് വെച്ചിരുന്നാലും മതി. അങ്ങനെ ആകുമ്പം പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉപ്പുമാവിന് ഞാൻ ഇതുപോലൊരു വലിയൊരു ഉരുളിയാണ് വെച്ച് കൊടുത്തത്. നല്ല പരന്ന പാത്രമാണെങ്കിൽ നല്ലതുപോലെ നമുക്ക് ചിക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതുപോലൊരു പാത്രം എടുത്തത്. അതിലേക്ക് ഞാനൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 2.5 സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ കടുകും ഇട്ട് കൊടുത്തു. 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല ചൂടും നല്ലതായിട്ട് ചൂടായി കിടക്കുന്ന പാത്രമായതുകൊണ്ട് ഇട്ട് കൊടുത്താൽ അപ്പോഴേ പെട്ടെന്ന് കയറി അടിക്ക് പിടിക്കത്തില്ല. അതുകൊണ്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിപ്പൊടിച്ച് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ലാസ്റ്റേ ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇനി നമ്മളിതിൽ 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും ഇത് വേവാൻ വേണ്ടി. അപ്പോൾ മാത്രമേ ഉപ്പ് ചേർക്കാറുള്ളൂ. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ആകുമ്പോഴാണ് ഈ ഉപ്പുമാവിന് നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനെയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഇത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം, തോനെ വെള്ളം വേണ്ട, ഈ 1 കപ്പ് വെള്ളത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ആ സൂചി ഗോതമ്പിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. അതുകൊണ്ടാണ് 1 കപ്പ് വെള്ളം മാത്രം ചേർത്താൽ മതി എന്ന് പറയുന്നത്. നല്ല കുതിർന്നില്ലെങ്കിലാണ് നമ്മൾ ഒത്തിരി കൂടുതൽ വെള്ളവും കൂടെ ചേർത്ത് ഇതിനെ നല്ലതുപോലെ വേവിച്ചെടുക്കേണ്ടത് വരുന്നത്. ഇത് പക്ഷേ വെള്ളം നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. അതിൽ വെള്ളം നനവും കൂടെ ഉള്ളതുകൊണ്ട് 1 കപ്പ് വെള്ളം ചേർത്താൽ മതി. അതാണ് കറക്റ്റ്. പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഗോതമ്പിനെ നമ്മൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇഞ്ചിയും പച്ചമുളകിൻ്റെ ഉള്ളിയുടെയൊക്കെ എല്ലാം നല്ലതുപോലെ അത് പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചിക്കി പൊത്തി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിരിക്കണം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. അടിവശത്തുള്ള ആ ഗോതമ്പൊക്കെ കണ്ടോ ഒരുമാതിരി വെന്തതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ചു വെക്കണ്ട. ഇപ്പം 2 മിനിറ്റ് മാത്രം ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം തുറന്നിട്ട് ഇനി ഇതിനെ അടച്ചു വെക്കാതെ നമ്മൾ നല്ലതുപോലെ ചെറിയ തീയിലിട്ട് ചിക്കി എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തീ കൂട്ടി കൊടുക്കുകയും തീ കൂടുതലാണെന്ന് തോന്നുമ്പം കുറച്ച് കൊടുക്കുകയും കൂടെ ചെയ്യണം.
അങ്ങനെ ഇതിനെ ചിക്കി ചിക്കി നല്ലതുപോലെ ഉപ്പുമാവ് നല്ല വേവിച്ചെടുക്കാം. ഉപ്പുമാവ് ഏകദേശം വെന്തിട്ടുണ്ട്. കുറച്ചും കൂടെ വേവാനുണ്ട്. നല്ല വെന്ത് കഴിയുമ്പോൾ തവിയിൽ ഇങ്ങനെ പിടിക്കത്തില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഐറ്റം ചേർത്ത് കൊടുത്തില്ലായിരുന്നു, തേങ്ങ. ഇത് ഞാൻ ഒരു മുറി തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ കൂടുതൽ തേങ്ങയും ചേർത്ത് കൊടുക്കാം. തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അപ്പോഴാണ് ഉപ്പുമാവിന് ടേസ്റ്റ് കൂടുന്നത്. ഇനി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ചിക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് നല്ല ഇളക്കി നല്ല തോരൻ പോലെ നല്ല പൊടി പൊടിയായിട്ട് കിടക്കുവാണ്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പം തവിയിലൊന്നും ഇങ്ങനെ പിടിക്കത്തൊന്നുമില്ല. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. ഗോതമ്പ് നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. ഞാനിവിടെ അടച്ച് വയ്ക്കുകയാണ്. ഈ ഉപ്പുമാവിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. പിന്നെ ഞാനിപ്പം 2 പപ്പടം കാച്ചിയെടുക്കുകയാണ്. വേറെ പഴമോ വേറെ കറികളോ ഒന്നും വേണ്ട. ഇത് വെറുതെ തന്നെ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോഴിപ്പം ഞാൻ 2 പപ്പടം ഇതുപോലെ പൊള്ളിച്ചെടുക്കുകയാണ്. മക്കളൊക്കെ സ്കൂളിൽ പോയി ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം അമ്മയ്ക്ക് കഴക്കൂട്ടത്ത് പോസ്റ്റ് ഓഫീസിലൊക്കെ പോകണമെന്ന് പറഞ്ഞ്, ചേട്ടൻ ഉള്ളപ്പോൾ മാത്രമേ അമ്മയ്ക്ക് ഇങ്ങനെ എവിടെയെങ്കിലും പോകണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓട്ടോയിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കഴക്കൂട്ടത്തേക്ക് പോവുകയാണ്. രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോകണമായിരുന്നു. അവിടെയെല്ലാം പോയതിന് ശേഷം തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അമ്മ പറഞ്ഞു അമ്മയ്ക്കൊരു കൊതുകിൻ്റെ ബാറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ കാറിലിരുത്തിയതിന് ശേഷം ചേട്ടൻ കൊതുകിൻ്റെ ബാറ്റ് മേടിക്കാൻ പോയേക്കുവാണ്. ചേട്ടൻ ബാറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. എന്നാൽ പിന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മയെ ഇരുത്തി വെള്ളം കൊടുക്കാൻ പറ്റിയ ഒരു കടയില്ലായിരുന്നു. കാരണം അമ്മയ്ക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കടയിൽ പോയി കുടിക്കാൻ പറ്റില്ല. അന്നേരം നമ്മൾ കാറിൽ കൊണ്ടുവന്ന് കൊടുക്കണം. അങ്ങനെ നോക്കിയപ്പോൾ കടയില്ലാത്തത് കൊണ്ട് നമ്മൾ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് മാമൻ്റെ കടയിൽ കയറി അവിടെ നിന്ന് വെള്ളം മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടയുടെ നടയിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. അമ്മ ഇറങ്ങൂല, ഞങ്ങൾ 2 പേരും കൂടെ ഇറങ്ങിയാണ് ഇനി കടയിൽ പോയി വെള്ളം മേടിക്കാൻ പോകുന്നത്. ഇതാണ് കട. അപ്പോൾ നമ്മൾ 2 പേരും കൂടെ അവിടെ പോയി വെള്ളം നോക്കിയപ്പോൾ അവിടെ കുപ്പിയിലെ വെള്ളം മാത്രമേ ഉള്ളായിരുന്നു. അവിടെ നിന്ന് കുപ്പിയുടെ വെള്ളമൊക്കെ മേടിച്ചു. അപ്പോഴും അമ്മ വണ്ടിയിലുള്ളത് കൊണ്ട് അവിടെ വന്ന് നിന്ന് കുറച്ച് നേരമൊക്കെ കാര്യമൊക്കെ പറഞ്ഞു.
അവർ സഹോദരങ്ങൾ തമ്മിൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇനിയിപ്പം നമ്മൾ പോവുകയെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.